നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദേശികൾക്ക് കുവൈറ്റിലേക്ക് പ്രവേശനാനുമതി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഓഗസ്റ്റ് 1 മുതൽ കുവൈറ്റിലേക്ക് പോകാം. രാജ്യത്ത് അംഗീകരിച്ചിരിക്കുന്ന വാക്സിൻ 2 ഡോസ് എടുത്തിരിക്കണം. മതിയായ താമസരേഖ ഉണ്ടായിരിക്കണമെന്നും നിബന്ധന. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളിൽ അന്വേഷണത്തിനൊരുങ്ങി ഇഡി. ബാങ്കുകൾ പണമിടപാട് നടത്തിയത് റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ മറികടന്നെന്ന ആരോപണം. കരുവന്നൂരിന് പിന്നാലെ മുസ്പെറ്റ് ബാങ്കിലും വൻ തിരിമറി. കരുവന്നൂരിൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടും. ബാങ്ക് തട്ടിപ്പിൽ CPM-ൽ 8 പേർക്കെതിരെ നടപടി. കർണാടകയിലും തലമുറ മാറ്റം. BS യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. BJPക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് തന്റേതെന്ന് യെദ്യൂരപ്പ. സ്ഥാനമാനങ്ങളല്ല, പാർട്ടിയാണ് തനിക്ക് വലുതെന്നും യെദ്യൂരപ്പ. സംസ്ഥാനത്ത് കടുത്ത വാക്സിൻ ക്ഷാമമെന്ന് ആരോഗ്യമന്ത്രി. വാക്സിൻ വിതരണം മുടങ്ങുമെന്ന് സൂചന. വാക്സിൻ എടുക്കാൻ RT-PCR സർട്ടിഫിക്കറ്റ് നിബന്ധമെന്ന് കണ്ണൂർ, കാസർഗോഡ് കളക്ടർമാരുടെ നിർദ്ദേശത്തിന് ന്യായീകരണം. സംസ്ഥാനത്തിന് 11,586 പേർക്ക് വൈറസ് ബാധ, 135 മരണം. സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ. മരിച്ചത് പാലക്കാട് എലവഞ്ചേരി സ്വദേശി കണ്ണക്കുട്ടി. വട്ടിപ്പലിശ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ. संतानों कारगिल के वीर जवानों मेरी आन के लिए मेरी शान के लिए. ഐതിഹാസിക പോരാട്ടത്തിന്റെ സ്മരണയിൽ ഭാരതം. കാർഗിൽ ധീരജവാന്മാർക്ക് ആദരമർപ്പിച്ച രാജ്യം. ആദരമർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. സൈനികരുടെ ധീരത നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് പ്രതിരോധ മന്ത്രി. ടോക്കിയോയിൽ പൊന്നണിയുമോ ചാനു. ഒന്നാമതെത്തിയ ചൈനീസ് താരം ഉത്തേജക മരുന്ന് ഉപയോഗിച്ചെന്ന് സംശയം. പരിശോധനാ ഫലം എതിരായാൽ ചാനുവിന് സ്വർണം. ടേബിൾ ടെന്നീസിൽ ശരത് കുമാർ അച്ഛൻ 3-ാം റൗണ്ടിൽ. നീന്തലിൽ മലയാളി താരം സജൻ പ്രകാശ് പുറത്ത്. ഹോക്കിയിൽ ഇന്ത്യൻ വനിതകൾക്ക് തുടർച്ചയായ 2ാം തോൽവി. വിശദമായ വാർത്തയിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടും. സെക്ഷൻ 68 പ്രകാരം ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പ്രതികളുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് പരിശോധനയും ആരംഭിച്ചു. ബാങ്കിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. തൃശൂർ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. സെക്ഷൻ 68 പ്രകാരം പ്രതികളുടെ സ്വത്ത് വിവരങ്ങൾ തിട്ടപ്പെടുത്തി മൂല്യം നിശ്ചയിക്കും. അതിനുശേഷമാണ് സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. സഹകരണ രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തി നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ജോയിന്റ് രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടിൽ വിട്ടുപോയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. 104 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതാണ് സഹകരണ വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കൂടുതൽ തുക ഉണ്ടോയെന്നും പരിശോധിക്കും. നിലവിൽ പ്രതി ചേർക്കപ്പെട്ട ജീവനക്കാർക്ക് പുറമെ ഭരണസമിതി അംഗങ്ങളുടെ പങ്കും പരിശോധിക്കുന്നുണ്ട്. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെ തുടർന്ന് വിദേശത്തേക്ക് കടന്ന പ്രതി കിരൺ ബിനാമി പണം ഉപയോഗിച്ച് കൊച്ചിയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബിജു കരീമിന്റെ ബിനാമി പണമാണ് ഇതെന്നാണ് കണ്ടെത്തൽ. 44 ആധാരങ്ങൾ വെച്ച് പ്രതികൾ 23 കോടി രൂപ കൊച്ചിയിൽ എത്തിച്ചിരുന്നു. അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ആരോപണ വിധേയരായവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമാകും. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിക്കും കരുവന്നൂർ പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റികൾക്കും വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഇതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്കിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധം നടത്തി. പ്രതിഷേധത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജനം, തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM-ൽ കൂട്ട നടപടി. ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റികൾ ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് നടപടി. ബാങ്ക് പ്രസിഡന്റിനെയും തട്ടിപ്പ് കേസിലെ പ്രതികളായ 4 പേരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഏരിയ സെക്രട്ടറിയെയും കരുവന്നൂർ ലോക്കൽ സെക്രട്ടറിയെയും തലസ്ഥാനത്ത് നിന്നും മാറ്റി. 4 ഭരണസമിതി അംഗങ്ങൾക്കും സസ്പെൻഷൻ. കരുവന്നൂരിലേതിന് സമാനമായി തൃശൂർ മുസ്പെറ്റ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലും തട്ടിപ്പ്. ചട്ടം ലംഘിച്ച് വായ്പ നൽകിയതിനെ തുടർന്ന് ബാങ്കിന് 13 കോടി നഷ്ടമുണ്ടായതായി ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട്. സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലാണ് ക്രമക്കേട് സംബന്ധിച്ച് പരാമർശമുള്ളത്. വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന മൂസ്പെറ്റ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് വൻ ക്രമക്കേട് നടന്നത്. ചട്ടം ലംഘിച്ച് ഇഷ്ടക്കാർക്ക് വായ്പ നൽകിയതിനെ തുടർന്ന് ബാങ്ക് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി.
13 കോടിയിലേറെ രൂപ ബാങ്കിന് നഷ്ടം സംഭവിച്ചതായി സഹകരണ ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തു. കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ് തന്നെയാണ് മൂസ്പെറ്റ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലും നടന്നത്. ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്ത് വായ്പ നൽകിയതും കൃത്യമായ ഈടില്ലാതെ വായ്പ നൽകിയതും ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി തകർത്തു. വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ബാങ്ക് പരിസരത്ത് ജനങ്ങൾ തടിച്ചുകൂടി. BJP പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. ആ ലോണുകളിൽ ഈട് നൽകാതെയും അവരുടെ പാർട്ടിക്കാര്, പ്രത്യേകിച്ച് CPM പ്രവർത്തകർക്കും CPI പ്രവർത്തകർക്കും അത്തരം ആളുകൾക്ക് മാത്രം നോക്കി ഇത്തരം വായ്പകൾ കൊടുക്കുകയും അവർ പിന്നീട് ഇത് തിരിച്ചടവിൽ മുടങ്ങുമ്പോൾ യാതൊരു നടപടി എടുക്കാതെ ആണ് ഈ ബാങ്കുകളെല്ലാം നഷ്ടത്തിലേക്ക് പോകുന്നത്. ഈ ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന വലിയൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇത്രയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിക്ഷേപങ്ങൾ ഇവിടെ വാങ്ങി വെച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ ഉന്നമനത്തിന് മാത്രമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോയതിൻ്റെ ഒറ്റ കാരണത്തിലാണ് ഇത്തരം സൊസൈറ്റികൾ വലിയ കടബാധ്യതയിലേക്ക്, ആ കടബാധ്യത മൂലം വലിയൊരു അഴിമതിയുടെ പരമ്പര തന്നെ നടക്കുന്നത്. ബാങ്കിന്റെ നഷ്ടം സംബന്ധിച്ച് 2020-21 ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കിട്ടാക്കടം വൻതോതിൽ പെരുകിയതാണ് ബാങ്ക് നഷ്ടത്തിലാകാൻ കാരണം. കിട്ടാക്കടം തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങൾ കർശനമാക്കുമെന്ന് ബാങ്ക് അധികൃതരും വ്യക്തമാക്കി. ജനം, തൃശൂർ. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനൊരുങ്ങുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ കോടികളുടെ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് അന്വേഷണം. റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ പോലും കാറ്റിൽ പറത്തി നിക്ഷേപങ്ങൾ സ്വീകരിച്ചെന്നും ഇഡിക്ക് വിവരം ലഭിച്ചു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ കോടികളുടെ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ കള്ളപ്പണ നിക്ഷേപത്തിന് സഹകരണ ബാങ്കുകൾ മറയാക്കുന്നുവെന്നായിരുന്നു ആരോപണം. നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ ഉറവിടം കൃത്യമായി പരിശോധിക്കണമെന്നാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം. എന്നാൽ മിക്ക സർവീസ് സഹകരണ ബാങ്കുകളും ഈ ചട്ടങ്ങൾ പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കള്ളപ്പണം നിക്ഷേപിക്കാൻ പലരും സഹകരണ ബാങ്കുകൾ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യഘട്ടമായി സംശയമുയരുന്ന സഹകരണ ബാങ്കുകൾക്ക് നോട്ടീസ് നൽകും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിച്ചവരുടെ വിവരങ്ങൾ തേടിയാണ് കത്ത് നൽകുക. 1 കോടി രൂപയ്ക്ക് മുകളിൽ വരെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച നിരവധി പേരുണ്ടെന്നാണ് ഇഡിയുടെ പ്രാഥമിക വിലയിരുത്തൽ. നിക്ഷേപകർക്ക് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. സഹകരണ ബാങ്കുകളിലെ കോടിക്കണക്കിന് വരുന്ന നിക്ഷേപം വകമാറ്റിയാണ് നിലവിൽ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ സർക്കാർ നൽകി വരുന്നത്. സർക്കാർ നേരിട്ട് നൽകേണ്ട ഈ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി നൽകുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണോ എന്നും ഇഡി സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നത്. ആർ രാജി, ജനം, തിരുവനന്തപുരം. കുറയരുത് ജാഗ്രത. പത്തിൽ കുറയാറ് സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11,586 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. വാക്സിൻ ക്ഷാമം നേരിടുന്നതിനാൽ നാളെ മുതൽ പല ജില്ലകളിലും വാക്സിൻ വിതരണമുണ്ടാകില്ല. 10,586 പേർക്കാണ് പുതിയതായി കൊറോണ സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. തൃശൂർ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ 1000-ന് മുകളിലാണ് രോഗികളുടെ എണ്ണം. 10.59% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 45 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരാണ്. 19,493 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 534 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 64 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 14,912 പേരാണ് രോഗമുക്തരായത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 135 മരണങ്ങൾ കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 16,170 TPR 15-ന് മുകളിലുള്ള 271 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. അതേസമയം നാളെ മുതൽ വിവിധ ജില്ലകളിൽ കൊറോണ വാക്സിനേഷൻ വിതരണം തടസ്സപ്പെടും. വാക്സിൻ സ്റ്റോക്ക് ഇല്ലാത്തതിനാലാണ് വിതരണം മുടങ്ങുന്നത്. വാക്സിൻ എടുക്കുന്നതിനു മുമ്പ് RT-PCR ടെസ്റ്റ് നടത്തണമെന്ന വിവിധ കളക്ടർമാരുടെ ഉത്തരവിനെ മന്ത്രി വീണ ജോർജ് ന്യായീകരിച്ചു. ജില്ലാടിസ്ഥാനത്തിൽ തന്നെ TPR അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂട്ടുന്നതിന്, അതുപോലെ ടെസ്റ്റുകൾ കൂട്ടുന്നതിന്, അതുപോലെ വാക്സിൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനൊക്കെ ഓരോ ജില്ലയിലും അവരവർക്ക് തന്നെ തീരുമാനങ്ങൾ, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ DMOമാരുടെ നേതൃത്വത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. അതുപോലെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ തീരുമാനിക്കുന്നതിലും ആ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിലും ജില്ലാതലത്തിൽ തന്നെ തീരുമാനം എടുക്കാവുന്നതാണ്. അതേസമയം സംസ്ഥാനത്ത് 3 പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം
51ആയി. 5 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ജനം, തിരുവനന്തപുരം. ഇനി കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസിലേക്ക്. എല്ലാവരിലേക്കും വാക്സിൻ എത്തിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ MP അഹമ്മദ്. അതിനുവേണ്ടിയുള്ള യത്നത്തിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും പങ്കാളികളാകുന്നതായും അദ്ദേഹം അറിയിച്ചു. സർക്കാർ മാത്രമായിട്ട് നമ്മുടെ സർക്കാരുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ടാക്സ് വരുമാനം കുറഞ്ഞിട്ടുണ്ട്. ടാക്സ് ഇവേഷൻസ് ഇപ്പോഴും ധാരാളം നടക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് തന്നെ ടാക്സ് ഇവേഷൻ ഒഴിവാക്കുക, അതുപോലെ ഇതിൽ ജനപങ്കാളിത്തം കൂട്ടുക. കോടതി പറഞ്ഞതൊക്കെ ശരിയാണ്, ഗവൺമെൻറ് എല്ലാവർക്കും ഫ്രീ കൊടുക്കണം. അതിന് കാത്തു നിൽക്കണം, അത് ഗവൺമെൻറ് ഉത്തരവാദിത്തം എടുക്കുക. സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും ഗവൺമെൻറ് കൊടുക്കണം. സാമ്പത്തികമായി സൗകര്യമുള്ളവർക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനും വേഗം കിട്ടാനൊക്കെ ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. വാക്സിൻ ഉൽപ്പാദനം ശക്തമായ രീതിയിൽ കൂട്ടുക. സ്റ്റേറ്റും സെൻട്രലും പഞ്ചായത്തും കോർപ്പറേഷനും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുക. മാക്സിമം ആൾക്കാർക്ക് വാക്സിൻ കിട്ടുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. കൊറോണയെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് വരണം, മരണം കാണിക്കണം. ആൾക്കാർക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ട്. ആൾക്കാരെ ബോധവൽക്കരിക്കാൻ മാധ്യമങ്ങൾക്ക് വലിയ സാധ്യത ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ വലിയ ഭവിഷ്യത്തുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്. ഇതൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സാക്കി മാറ്റിയതിലാണ് ഒരു ഭിന്നത എനിക്ക് തോന്നുന്നൊരു കാര്യം. ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതും വ്യക്തികളോ ഇതൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സാക്കി മാറ്റാതെ രാജ്യത്തിന് മൊത്തം വന്നൊരു പ്രശ്നമായി കണ്ടുകൊണ്ട് ഇതിനെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് കൂട്ടായി ചിന്തിക്കേണ്ട ഒരു അവസരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്തത് ഒരുപാട് ആൾക്കാർക്ക് കിറ്റ് കൊടുത്തു. സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള എല്ലാ സ്ഥലത്തും ഒരുപാട് ലക്ഷക്കണക്കിൽ ഫുഡ് കിറ്റുകൾ കൊടുക്കാൻ എല്ലാ സ്ഥലത്തും ഓൾ ഇന്ത്യ ലെവലിൽ ഡൽഹി കൊടുത്തു, ബോംബെ കൊടുത്തു, കൽക്കത്തയിലും എന്ന് വേണ്ട കേരളത്തിലും എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുഡ് കിറ്റിന് ഫുഡല്ല, ഭക്ഷണം പാകം ചെയ്യാനുള്ള കിറ്റുകൾ ഓരോന്നും 10, 50, 100 ആൾക്ക് ഭക്ഷണത്തിന് പാകം ചെയ്യാൻ 15, 20 കിലോ വരെയുള്ള കിറ്റുകൾ, 10 കിലോ മുതൽ 20 കിലോ വരെയുള്ള ഫുഡ് കിറ്റുകളാണ് കൊടുത്തത്. ഇതുകൂടാതെ ഇതിന് ശേഷമാണ് വാക്സിൻ വ്യാപകമായി കൊടുക്കാൻ പറ്റുന്ന 1 ലക്ഷം വാക്സിൻ, ഏതാണ്ട് 8 കോടി രൂപ ചെലവിട്ട് 1 ലക്ഷം വാക്സിൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡ്രൈവ് എല്ലാ സ്റ്റേറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്റ്റാഫിൽ ഏകദേശം 90% ആൾക്കാരും വാക്സിനേറ്റഡായി. ഇനി പൊതു ആൾക്കാർക്ക് ഞങ്ങളെ കയ്യിൽ നിന്ന് പരമാവധിയാണ് ഞങ്ങളത് ഏറ്റെടുത്തിട്ടുള്ളത്. അത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിപ്പം ചെയ്തിട്ടുള്ളത്. വാക്സിൻ മാക്സിമം കൊടുക്കാൻ ഞങ്ങളും ഒരു പങ്കാളികളാവുക. ഇതിൽ മറ്റുള്ളവരെ ഞങ്ങളിത് ചെയ്യുന്നത് മറ്റുള്ളവർക്കും ഒരു പ്രോത്സാഹനമാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസ് powered by Amrita Hospitals and Pankaj Kasturi, co-powered by Federal Bank in association with Bharat Hospital and NIMS. Amrita Hospitals വീഡിയോ വഴി ഡോക്ടറെ കാണാൻ വിളിക്കൂ 0484285800. Pankaj Kasturi, for life, for Ayurveda since 1988. Federal Bank, your perfect banking partner. നവജാത ശിശുക്കളടക്കം ഏവർക്കും ഒരു സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം ഭാരത് കാർഡിയോവാസ്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും വിദേശികൾക്ക് ഓഗസ്റ്റ് 1 മുതൽ കുവൈറ്റിലേക്കുള്ള പ്രവേശനത്തിന് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനം. രാജ്യത്ത് അംഗീകരിച്ചിരിക്കുന്ന വാക്സിൻ 2 ഡോസ് എടുത്തിരിക്കണമെന്ന മതിയായ താമസരേഖ ഉണ്ടായിരിക്കണമെന്നുമുള്ള നിബന്ധന പ്രകാരമാണ് പ്രവേശനത്തിന് അനുമതി. വിദേശികൾക്ക് കുവൈറ്റിലേക്ക് ഓഗസ്റ്റ് 1 മുതൽ മടങ്ങിവരാമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു പ്രവാസികൾ. കുവൈറ്റ് അധികൃതരുടെ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ പാടുള്ളൂവെന്ന് ഇന്ത്യൻ എംബസിയും പ്രവാസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 1 യാത്രക്കാർക്ക് പ്രവേശന വിലക്ക് ഉണ്ടാകില്ലെന്ന് ഇന്ന് ചേർന്ന മന്ത്രിസഭ വ്യക്തമാക്കിയതോടെ രാജ്യത്തേക്ക് മടങ്ങിവരാനാകാതെ കുടുങ്ങിയ ഒട്ടേറെ പ്രവാസികൾക്കാണ് ആശ്വാസമായിരിക്കുന്നത്. അംഗീകൃത വാക്സിൻ 2 ഡോസ് എടുത്തിരിക്കണമെന്നും കുവൈറ്റിൽ വിസ കാലാവധി ഉണ്ടായിരിക്കണമെന്നുമാണ് നിബന്ധന വച്ചിട്ടുള്ളത്. യാത്രയ്ക്ക് 72 മണിക്കൂർ സമയപരിധിയിൽ PCR പരിശോധന നടത്തി കൊറോണ മുക്തി തെളിയിക്കണം. ഫൈസർ, മൊഡേണ, അസ്ട്രാസെനേക, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് കുവൈറ്റ് അംഗീകരിച്ചിട്ടുള്ളത്. വാണിജ്യ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, റെസ്റ്റോറന്റുകൾ മുതലായവയുടെ പ്രവൃത്തി സമയം രാത്രി 10 മണിവരെയാക്കുവാനും മന്ത്രിസഭായോഗം അനുമതി നൽകി. നിലവിൽ 8 മണിവരെയായിരുന്നു പ്രവൃത്തി സമയം. ജനം, കുവൈറ്റ്. ബഹ്റൈനിൽ ചെറിയ റോഡ് അപകടങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി മുഖേന പരിഹാരം കാണാനുള്ള പദ്ധതി പ്രാബല്യത്തിൽ വന്നു. ഈ ട്രാഫിക് എന്ന മൊബൈൽ ആപ്പ് വഴി അപകട വിവരം റിപ്പോർട്ട് ചെയ്യാം. റോഡ് അപകടത്തിൽപ്പെട്ട ഇരുകക്ഷികളും ധാരണയിലെത്തുന്ന ചെറിയ റോഡ് അപകട കേസുകൾ ഇൻഷുറൻസ് കമ്പനി മുഖേന പരിഹരിക്കുന്ന സംവിധാനം ജൂലൈ 25 മുതൽ പ്രാബല്യത്തിൽ വന്നു.
നിയമ നടപടികളുടെ സങ്കീർണതയില്ലാതെ എളുപ്പത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയാണ് പ്രധാന ലക്ഷ്യം. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ചെറിയ അപകടങ്ങൾക്ക് ട്രാഫിക് വിഭാഗത്തിൽ പോകുന്നത് ഒഴിവാക്കാനാകും. അപകടത്തിൽപ്പെട്ട രണ്ട് കക്ഷികളും പരസ്പര ധാരണയിലായാൽ ആദ്യം അപകടത്തിന്റെ ഫോട്ടോ എടുത്ത വാഹനം റോഡ് സൈഡിലേക്ക് മാറ്റിയിടുകയാണ് വേണ്ടത്. ഇതുവഴി ഗതാഗത തടസ്സം ഒഴിവാക്കാൻ സാധിക്കും. തുടർന്ന് ഈ ട്രാഫിക് എന്ന മൊബൈൽ ആപ്പ് വഴി അപകട വിവരം റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനി മുഖേനയും റിപ്പോർട്ട് ചെയ്യാം. തുടർന്നുള്ള കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയാണ് മേൽനോട്ടം വഹിക്കുക. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഇതുവഴി പ്രശ്ന പരിഹാര നടപടികൾക്ക് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റിന്റെ മേൽനോട്ടമുണ്ടാകും. എല്ലാ കക്ഷികളുടെയും അവകാശം സംരക്ഷിക്കുന്നതിനാണ് പുതിയ പദ്ധതി. അതേസമയം ഗുരുതര ഗതാഗത നിയമലംഘനത്തെ തുടർന്നുള്ള അപകടങ്ങൾ നേരിട്ട് ട്രാഫിക് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടാവുന്നതാണ്. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയെ സഹായിക്കാൻ ദമാം നവോദയ സാംസ്കാരിക വേദി പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നു. ഈ മാസം 30-നാണ് മധുര സംഗമം എന്ന പേരിൽ കിഴക്കൻ പ്രവിശ്യയിലാകെ പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. സൗദി അറേബ്യയിലെ ആകെ ജനസംഖ്യയുടെ 50% മുകളിൽ ആളുകൾ ഒരു ഡോസ് കൊറോണ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ അലി വ്യക്തമാക്കി. 20% ജനങ്ങൾക്ക് ഇതുവരെ 2 ഡോസ് വാക്സിൻ ലഭിച്ചതായും മന്ത്രാലയം വിശദമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 1252 പുതിയ കൊറോണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. സൗദി അറേബ്യയിലെ ആകെ ജനസംഖ്യയുടെ 50% മുകളിൽ ആളുകൾ ഒരു ഡോസ് കൊറോണ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ അലി പറഞ്ഞു. 20% ജനങ്ങൾക്ക് ഇതുവരെ 2 ഡോസ് വാക്സിൻ ലഭിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 1252 പുതിയ കൊറോണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്ത് ആകെ കൊറോണ ബാധിച്ചവരുടെ എണ്ണം 5,19,395 കടന്നു. രോഗബാധിതരിൽ 10,788 പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 1,424 രോഗികളുടെ നില ഗുരുതരമാണ്. പുതുതായി 12 മരണങ്ങളും 1,299 രോഗമുക്തിയും കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണങ്ങൾ 8,179 രോഗമുക്തി 5,426 ഉയർന്നതായി മന്ത്രാലയം അറിയിച്ചു. ജനം, റിയാദ്. തവക്കലിനയിലെ പ്രശ്നങ്ങൾ ആരോഗ്യ മന്ത്രാലയം വഴി നേരിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് തവക്കലിന അധികൃതർ വ്യക്തമാക്കി. കൊറോണ വൈറസ് പടരുന്നത് തടയുന്നതിനും വ്യക്തികളുടെ പ്രതിരോധ കുത്തിവയ്പ് നില സ്ഥിരീകരിക്കുന്നതിനും കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് സൗദി ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച ഔദ്യോഗിക ആപ്ലിക്കേഷനാണ് തവക്കലിന. തവക്കലിനയിൽ നിലവിലെ ആരോഗ്യസ്ഥിതി കാണിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ പ്രശ്നങ്ങളോ അനുഭവപ്പെട്ടാൽ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചാനലുകളിലൂടെ മാത്രം ബന്ധപ്പെട്ട് കൃത്യമാക്കണമെന്ന് തവക്കലിന അധികൃതർ വ്യക്തമാക്കി. കൊറോണ വൈറസ് പടരുന്നത് തടയുന്നതിനും വ്യക്തികളുടെ പ്രതിരോധ കുത്തിവയ്പ് നില സ്ഥിരീകരിക്കുന്നതിനും തെളിവ് നൽകുന്നതിനും നിലവിലെ രോഗബാധയോ രോഗമുക്തി നേടിയ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നതിനും സൗദി ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച ഔദ്യോഗിക കോൺടാക്ട് ട്രേസിംഗ് ആപ്ലിക്കേഷനാണ് തവക്കലിന. ദേശീയ വിവര കേന്ദ്രമാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. പ്രതിരോധ കുത്തിവയ്പ് എടുത്തവരുടേതുൾപ്പെടെ ചില പൗരന്മാരുടെയും പ്രവാസികളുടെയും ആരോഗ്യനില സംബന്ധിച്ച് പ്രശ്നങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. കനകലാൽ, ജനം, റിയാദ്. കുവൈറ്റിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൊറോണ ബാധിച്ച് മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ കേന്ദ്രം കുവൈറ്റിൽ അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ എംബസി നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങൾ വിജയം കണ്ടതോടെ കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതിക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു ഇന്ത്യൻ സമൂഹം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. The government of India has selected Kuwait as the first destination for the NEET examination abroad. So we are getting ready to prepare ourselves for this important occasion. In fact, you might have seen the kind of response, the welcome the community has come forward all across, not only in the media, but also social media, at other platforms, everywhere.
ഇന്ത്യക്ക് പുറത്തെ ആദ്യത്തെ നീറ്റ് പരീക്ഷാ കേന്ദ്രം കുവൈറ്റാകുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ എംബസി ആഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നാളെ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് ഇന്ത്യൻ പ്രൊഫഷണൽ നെറ്റ്വർക്ക് നേതൃത്വം നൽകുമെന്ന് ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഇന്ത്യൻ സമൂഹത്തെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഓൺലൈനായുള്ള ആഘോഷ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 12-നാണ് പരീക്ഷ. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തുന്നത്. ഗൾഫിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായ ഈ നടപടി കൈക്കൊണ്ട കേന്ദ്ര സർക്കാരിന് അംബാസിഡർ നന്ദി അറിയിച്ചു. കൊറോണ ബാധയേറ്റ് മരണമടഞ്ഞ ഇന്ത്യക്കാരുടെ ആശ്രിതർക്ക് സാമ്പത്തിക സഹായമെത്തിക്കാൻ ശ്രമിച്ചു വരികയാണെന്നും ഇതിനായി എംബസിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഗ്രൂപ്പുമായി ചർച്ചകൾ നടന്നുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. കുവൈറ്റിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ അൻവർ സാദത്ത് കൊറോണ ചികിത്സയിലായിരിക്കെ മരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊറോണ ബാധയേറ്റ് അമേരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോഴിക്കോട് ബിലാത്തിക്കുളം സ്വദേശിയാണ്. കുവൈറ്റിലെ ചിപ്സ് ഇലക്ട്രോണിക്സ് കമ്പനി ജീവനക്കാരനായിരുന്നു. ഭാര്യ അൻസിലാനസ്, അൽഫാസ്, അൽഹാൽ, അർഷാദ്, അൻഹാഫ് എന്നിവർ മക്കളാണ്. മൃതദേഹം കുവൈറ്റിൽ സംസ്കരിച്ചു. അബുദാബിയിൽ ബിസിനസ് ലൈസൻസ് ഫീസ് കുറച്ച നടപടി നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. 1000 ദിർഹമായാണ് ഫീസ് കുറച്ചത്. കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായാണ് തീരുമാനം. അബുദാബി സാമ്പത്തിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതി സ്വകാര്യ മേഖലയുടെ ശാക്തീകരണമാണ് ലക്ഷ്യം വെക്കുന്നത്. നാളെ മുതൽ അബുദാബി എമിറേറ്റിൽ ബിസിനസ് ആരംഭിക്കാനും ലൈസൻസ് പുതുക്കാനും 1000 ദിർഹം ഫീസ് നൽകിയാൽ മതിയാകും. ബിസിനസ് മേഖലയിലുള്ളവർക്ക് 90% കുറവാണ് പുതിയ തീരുമാനം മൂലം ലഭിക്കുക. പുതിയതും നിലവിലുള്ളതുമായ നിക്ഷേപകർക്ക് എളുപ്പത്തിൽ ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കാൻ ഇതിലൂടെ സാധിക്കും. ഫെഡറൽ ഫീസ് തുടർന്നും ബാധകമായിരിക്കും. നിശ്ചിത സ്ഥിരം ഫീസ് ഏർപ്പെടുത്തുന്നത് ബിസിനസ് സുതാര്യത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നിക്ഷേപകർക്ക് നടപടിക്രമങ്ങളുടെ ഭാരം കുറയ്ക്കുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനം, അബുദാബി. വ്യാജ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട കേസിൽ കുവൈറ്റിൽ 3 നഴ്സുമാർ. ആഭ്യന്തര ആരോഗ്യ മന്ത്രാലയങ്ങൾ സഹകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് നഴ്സുമാർ പിടിയിലായത്. 2 ഈജിപ്തുകാരും 1 ഇന്ത്യൻ സ്വദേശിയുമാണ് പിടിയിലായത്. ജഹ്റ ആശുപത്രിയിലാണ് സംഭവം. 250 KDക്കാണ് ഇവർ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. 4 പേർക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായി ഇവർ സമ്മതിച്ചു. പ്രവാസി നിരമയുടെ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദം കാണാം. നമസ്തേ.